എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിയാക്ഷനാണ്. പേടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം ഒരു വലിയ ദുരന്തം ഇതിന് ലാസ്റ്റ് ഭാഗത്തുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സിനിമയുടെ ഒരു ഫാൻ മെയ്ഡ് ടീസർ വന്നിട്ടുണ്ട്. എന്തിനു എടുത്തു കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രസമുണ്ട്. അതിന് തന്നെ ഒരു രസം. അത് മാത്രമല്ല, അതിലൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമല്ലോ. പിന്നെന്താ, തീർച്ചയായിട്ടും. അതായത് അരുൺ രാജു എന്ന സിനിമാ സംവിധായകനാണ് ഇത് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതും 100 കോടി ബഡ്ജറ്റിൽ. അറിയാലോ സംഭവിക്കുമോ എന്നുള്ളത് അറിയാലോ. എന്തുകൊണ്ട് എന്ന് ചോദിക്കാം അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ എമ്പുരാൻ സിനിമ അല്ലേ, അതിനെന്തുകൊണ്ടാണ് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വന്നപ്പോൾ അതിലേക്ക് ലൈക്ക പ്രൊഡക്ഷൻ വരുന്നത്? ഇത് പൈസ അങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മാത്രം പോരാ. ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാനുള്ളൊരു കഴിവും കൂടി വേണം. അതിനൊരു വലിയ ബ്രാൻഡ് ടീം വേണം. അത് ഇപ്പോൾ പലരും നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ്സ് ശ്രദ്ധിച്ചപ്പോൾ കണ്ടാണ്, ഇത് 100 കോടി മുടക്കിയാലും അത് കളക്ട് ചെയ്യും, പാൻ ഇന്ത്യൻ ആയിട്ട് ഇറക്കുന്നത്. പാൻ ഇന്ത്യൻ ആയിട്ട് ഇറക്കിയിട്ട് കാര്യമില്ല. അല്ല, ഇറക്കാൻ പറ്റണല്ലോ. അല്ല, അതുമല്ല. പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ 5 ലാംഗ്വേജിൽ ഇറക്കിയിട്ട് കാര്യമില്ല. അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ കമ്പനി അവിടെ ഉണ്ടാവും. എത്രയോ പാൻ ഇന്ത്യൻ സിനിമകൾ വരുന്നു. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പൊ എന്താ ബഡേമിയാൻ ചോട്ടേമിയാൻ എന്നൊക്കെ പറഞ്ഞ സിനിമ അല്ല, ബഡേമിയാൻ ചോട്ടേമിയാനൊക്കെ അത്ര വലിയ റിലീസ് കിട്ടിയിട്ടുണ്ട്. അതെ, നമ്മുടെ മലയാള സിനിമ തന്നെ എത്ര ഭാഷകളിൽ ഇറക്കുന്നുണ്ട്. പല ചെറിയ കൊച്ചു സിനിമകൾ എത്ര തിയേറ്ററാണ് പുറത്ത് പോയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്ര ചിന്തിച്ചാൽ മതി ഇതിനെന്തുകൊണ്ട് വലിയ പ്രൊഡക്ഷൻ കമ്പനി വരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇത് താങ്ങുള്ളൂ. അങ്ങനെയൊന്നും ഇല്ലാതെ കതിരവൻ എന്ന സിനിമ സ്വയം പ്രഖ്യാപിത അനൗൺസ്മെൻറ്റുമായിട്ട് എത്തിയതാണ് ആര്, നമ്മുടെ ഈ അരുൺ രാജ്. ആള് മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോയെന്ന് പോലും സംശയമാണ്. വേറെ എന്തെങ്കിലും കാര്യത്തിന് കണ്ടിട്ടുണ്ടാവാം അല്ലേ, ഈ കഥയുമായി ബന്ധപ്പെടുത്തി മമ്മൂക്കയെ കണ്ടിട്ടില്ല. എന്താണെങ്കിലും ഇതിന്റെ ഈ ടീസർ വരുമ്പോ നമുക്ക് എന്തായാലും ഏതൊരു സിനിമേന്റെ ആണെങ്കിലും നമ്മൾ ഇത് നടക്കൂലെന്ന് ഇത് നടക്കാതിരിക്കാൻ വേണ്ടി പറയണതല്ല. അതെ, ഇത് അനൗൺസ് ചെയ്ത സംഭവം ഇത് നടന്നിട്ടില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണ്. ചിലർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര അസൂയാണല്ലോ, ഒട്ടും അസൂയല്ലോ എന്നൊക്കെ. എന്തിനാ അസൂയ? എന്തിന്? നമുക്ക് സന്തോഷമുള്ളൂ. അതായത് മമ്മൂക്കയുടെ ഒരു ചരിത്ര കഥാപാത്രം ഈ അടുത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതും നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കുന്നതാണ് എപ്പോഴും. അതും ഇങ്ങനത്തെ ഒരു സിനിമയെ കുറിച്ച് വരുമ്പോൾ നമ്മൾ അപ്ഡേഷൻ കൊടുക്കുമ്പോൾ അത് കുറച്ച് ഏതായാലും ഒരു 80% കറക്റ്റ് ആയ കാര്യങ്ങൾ വേണമല്ലോ പറയാൻ. അപ്പം അത് ഒട്ടും അത് 20% പോലും ശരിയല്ലാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ എങ്ങനെ ഇത് കൺഫേം ആണ് അല്ലെങ്കിൽ ഇത് വരും എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ആള് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ പലർക്കും. ശരിക്ക് അത് തന്നെ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അതായത് ഒരു പ്രൊഡക്ഷൻ ടീം, അതിന് ആള് അവിടെ ജോലിക്കാരനാണ്. ഒരു സംവിധായകൻ പ്രൊഡ്യൂസേഴ്സിൻ്റെ ജോലിക്കാരാണല്ലോ. അവർക്ക് അവരുടെ അനുമതി വാങ്ങണം. അപ്പോൾ ഇവർ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീരാവുന്നുള്ളൂ. ആരുടെ അടുത്തു നിന്നാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അനുമതി എന്ന് ചോദിച്ചാൽ മതി. അതുമല്ല, ഒരു ഡയറക്ടേഴ്സും അങ്ങനെ ആദ്യം തന്നെ വന്നിട്ട് പറ്റൂലല്ലോ. സിനിമയ്ക്ക് അതിന് അനുമതി കിട്ടണം. അതായത് പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടണം. പിന്നെ ഇതിന്റെ കരാർ എഴുതിയ ആൾക്ക് എന്തൊക്കെ ഇതിലുണ്ട്, അതിൽ ആ ആൾക്കാരിൽ നിന്നൊക്കെ എഗ്രിമെന്റ് സൈൻ ചെയ്യാന്ന് പറയുന്നത് വെറുതെ ചില്ലറ പോയിട്ട് ഒരു സൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമല്ല. ഈ സിനിമേന്റെ ഒരു കാര്യങ്ങളും, അതായത് സിനിമ ഷൂട്ട് കഴിയുന്നോടം വരെ അതിന്റെ ഒരു ഡീറ്റെയിലിംഗും പുറത്തു പോവാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അല്ലെങ്കിൽ അവര് അനുവാദം കൊടുക്കണം, ഇതൊക്കെ പോയി പറഞ്ഞോ എന്നുള്ളത്. എന്തായാലും അതെന്തോട്ടെ, എന്തായാലും ഇതിൻ്റെ ഒരു ഫാൻ മെയ്ഡ് ടീസർ വന്നിട്ടുണ്ട്. വണ്ടർ ബോസ് ഇവർ ചെയ്താട്ടോ. ആദിശക്തിയിൽ അഭയമുള്ള ധീരന്മാരുടെ ചോര വീണ് പാവനമായ ഈ ഉടവാൾ ശരീരത്തിൽ ഒരു തുള്ളി ദുഷിപ്പിക്കാണ് അശുദ്ധമാണ്. നീ കൊന്നൊടുക്കിയ ഓരോ വീരനും സാധു ഈ വാൾമനത്തുമ്പിൽ എത്തിയതും ഒടുങ്ങിയതും കൊടും ചതിയിലൂടെ മാത്രം. മനസ്സിലാവുന്നില്ല. അരുൺ രാജ്, പ്രദീപ്, അതാരത്? അതേതോ എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ആണോ അതോ അങ്ങനെ ഏതോ ഒരു സിനിമ. ഇല്ല,
ഇല്ലേ തലമുടി ഒന്നും ചെമ്പനാക്കിയിട്ട് അങ്ങനത്തെ സാധനം ഇല്ല. ഏതൊരു നാടകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രീതിയിലൊരു ഒരൊറ്റ ഒരു ഡ്രീം പോലുള്ള ഒരു ഷോട്ടാണെന്ന് തോന്നുന്നത്. ഏതാന്നുള്ളത് ഓർമ്മ കിട്ടുന്നില്ല. എന്താണെങ്കിലും ടീസർ എല്ലാത്തിനും എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെ, വർക്ക് നല്ല വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് പിടികിട്ടൂല ഏതൊക്കെയാണെന്ന് അറിയുന്നു, അതറിയും. അതല്ലാതെ ഇതിപ്പോ ഒരു ചരിത്ര സിനിമയായിട്ട് വരുമ്പോൾ അതിലൊരു ചരിത്രപ്രധാനമായുള്ള രീതിയിലുള്ള ഷോട്ടുകളൊക്കെ വേണം. അതിനുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതാണ് ഈ കുറച്ച് സിനിമകൾ ഈ അടുത്തുള്ളതിനകത്ത് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ആപ്റ്റ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. തങ്കലാനിലൊക്കെ അതേ ഉള്ളൂ, തങ്കലാന്റെ തുടക്കത്തിലൊക്കെ ഉള്ളത് അത് തന്നെയാണ്. എന്തായാലും അയ്യങ്കാളിയായിട്ട് മമ്മൂട്ടി വന്നാൽ രസമായിരിക്കും. മമ്മൂട്ടി വന്നാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആ ഒരു ക്യാരക്ടർ ചെയ്താൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് നടക്കൂല എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ. അതെ, ഓക്കെ, അച്ചട്ട നടക്കാൻ ഒരു അനുവാദവും ഇല്ല മമ്മൂട്ടിയുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് ടിനി ടോമിന്റെ കുടമൻ പോറ്റീനെ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞത്, അവസാനം ഒരു ദുരന്തം ഉണ്ട്. ശരിക്ക് മമ്മൂക്ക ആദ്യം മറ്റേ ടിനി ടോമിനോട് പറയായിരുന്നു, നിനക്കിത് എടുക്കാനും ഇത് ചെയ്യാനുമുള്ള അനുവാദം ഇല്ല എന്നുള്ളത് ആദ്യം പറയണമായിരുന്നു. അത് മമ്മൂക്ക് പറ്റിയൊരു തെറ്റായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താ പറയാ, എടാ മമ്മൂട്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം ആള് കൊടുമൻ പോറ്റിയായിട്ട് വന്നപ്പോഴേ ടിനി ടോം അല്ലതേ പാക്കാ കൊടുമൻ പോറ്റി. മനസ്സിലായില്ല അവർക്ക്. അതാണ് അത് സത്യവനും. ഇത് ആരാ ചെയ്തെങ്കിൽ മമ്മൂട്ടി അതിന്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ചെയ്തിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല. പക്ഷെ ചോദിക്കുന്നതിന് മുന്നേ 4 തെറി വേറെയും കഴിഞ്ഞ 4 തെറി മമ്മൂക്കേന്റെ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം. എന്താണെങ്കിലും ഒരു രക്ഷയില്ലായിരുന്നു, പൊളിച്ചടിക്കുന്നുണ്ട്. സംഭവം ആരുടെയും കണ്ണിപ്പെടാതിരിക്കാനേ നേരിട്ട് സ്റ്റേജിലേക്ക് ഇറക്കിക്കാൻ തോന്നുന്നു, തൂക്കി ഇറക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതിന്റെ മുൻപ് നോ വേണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞേനെ. ഓക്കെ, കാണാം. ഉബൈദ് ഇബ്രാഹിമിന്റെ ഒരു ട്രോൾ വീഡിയോ ആണ്, കാണാം. എന്റെ നാടക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കൂലിട്ടാവുന്ന ദിവസം ഇന്ന് തല്ലേറും കൂവും. ആ പ്രമേയം ബേസ് ചെയ്ത് ഒരു ചെറിയ സ്പൂഫ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ പരിചയത്തിൽ ആരെങ്കിലും നമ്മുടെ ടിനി ടോം എത്തുന്നുണ്ട്. അനൗൺസ് ടൈമുണ്ടായിരുന്നു തടയാനേ. ആ ശീലാണ് നേരെ നോക്കുക. ഒരു അന്ധസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ അതും കൂടെ കളഞ്ഞു കൊടുക്കും. ഈ കൊച്ചു കലാകാരൻ എല്ലാവരും അവതരിപ്പിക്കും. താൻ പാമ്പല്ല, ഓന്തല്ലേ. നിക്കണോ നിപ്പിൾ നിറമാറുന്ന ഓന്ത്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. ഈ മനക്കിലേക്ക് സ്വാഗതം. എന്താണോ വ്രതസാധനത്തിന്റെ വാർഷികാഘോഷോ? നല്ല കഴിവുള്ള വൃദ്ധന്മാരാണ് സാർ. ഒരാൾക്ക് 2 തവണ അബദ്ധം പറ്റില്ല. അടുക്കളയിലേക്ക് പോവുക. സാഗരെ താനൊന്ന് അടങ്ങ്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം. എന്റെ സ്ഥിതി അതല്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. ഈ മനയും കയറിയ പിന്നെ ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. ഒരു 5 പേര് കൂട്ടി ആത്മഹത്യ ചെയ്യാമോ? ഇക്കാലത്തിന് കലിയുഗം നല്ല പേരിടേണ്ടത് ഭ്രമയുഗം. ഭ്രമയുഗം എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്ററിഞ്ഞാൽ മുറുക്കാൻ ചുണ്ണാമ്പ് വേണ്ടേ? ചുണ്ണാമ്പൊക്കെ മുറിക്കുക. തുപ്പുമ്പോ ചുവപ്പ് കളറായിരിക്കും. ഈ മന ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഓ പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. ചെറുതെന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? കുറച്ച് ഓവറായി അല്ലേ? നിനക്ക് എന്തോ ഒരു അപ്പവും കടലക്കറി മേടിച്ചാ നടഞ്ഞ. ഒരാൾക്ക് 2 തവണ അതൊരു പ്രാവശ്യം പറഞ്ഞതാ. ഇതിൽ പറയാൻ വേറെ 5 ഡയലോഗ് ഇല്ല. ബാക്കിയുള്ളവനെ കൊലച്ചിട്ട് ഇയാൾ ഈ ലോകം വിടുകൊള്ളായിരിക്കും. ആരാ പോലെ നീ? എന്താ അതിന്റെ പ്രശ്നം? അറിഞ്ഞോ അറിയാതെയോ ഒരു ദ്രോഹവും നിനക്ക് ഞാൻ ചെയ്തിട്ടില്ല. നിനക്കെന്നല്ല ആർക്കും. നിങ്ങൾക്കറിയോ, അന്നത്തെ ആ സംഭവത്തിന് ശേഷമാ നാടൻ വാറ്റിന് ചാത്തൻ എന്ന് പേര് വീണത്. എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു. എല്ലാം ഞാൻ സഹിക്കാം.
കള്ളം പറഞ്ഞു നീ എന്നെ ചതിച്ചത്. ഇതിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നിയ ഡയലോഗ് എന്താണെന്നറിയോ? സരികുമാർ ആരായിരുന്നു ടിനി? ടിനി ഞാൻ ആ സമയല്ലേ, അതായത് മാളവികനെ കാണിച്ചൊരു ഷോട്ടില്ലേ, ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചെന്തറിയോ, അവിടെ സലീംകുമാർ വേണമായിരുന്നു. എണീറ്റ് നിന്നിട്ട് പറയായിരുന്നു, ഓ നന്നായിരിക്കും ടിനി, നന്നായിരിക്കും. സാധനം വേണമായിരുന്നു. എന്താണ് കാശ്? ഇതിന്റെ അടിയില് ഇതിന്റെ വീഡിയോ ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടിയിലെ കമന്റ്സ് ആണ് അടിപൊളി. അയ്യോ വായിച്ച് ഓരോരുത്തർ വന്നിട്ട് തിലകൻ സൂപ്പർ ആയിട്ടുണ്ട് ടിനിച്ചേട്ടാ. അല്ല ഞാൻ ആ ഒരു സൈഡ് വഴി ഒന്ന് ചിന്തിച്ചു, ആ ഒരു വൈബിലേക്ക് വരുന്നുണ്ട് ചില സമയം. അല്ല ഞാൻ അതിൽ ചിന്തിച്ചപ്പോ എനിക്കതും കിട്ടുന്നില്ല. ആ ചീറ്റ് ഒറ്റ പറയാനുള്ളൂ, അതായത് ടിനി പോറ്റി അങ്ങനെ പറയേണ്ടി വരും. ടിനി പോറ്റി സൂപ്പർ ആയിട്ട്, അല്ലാണ്ട് കൊടുമൺ പോറ്റി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇങ്ങനത്തെ സംഭവമായിട്ട് ഇനി വരരുത്. നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടോ ഇവൻ എന്തീ കാണിക്കുന്നതെന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ആള് തന്നെ മറ്റേ ഉത്തരം പറയുന്ന ആള് പറഞ്ഞിട്ടുണ്ട് എന്ത് തേങ്ങയാണോ സംഭവം ഒന്നാന്നല്ല, ആരാണത് പക്കേണ്ടല്ലോ ആദ്യം നമ്മൾ പറഞ്ഞ സാധനം തന്നെ അതെ ആയിരിക്കും. മനസ്സിലായിട്ട് എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ. ബൈ.